നമുക്കിന്നൊരു നാടൻ മുളകിട്ട് ലഗോൺ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? വളരെ ചെറിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട്, നമ്മളെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പൈസി കോഴിക്കോടൻ ലഗോൺ ചിക്കൻ കറി. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കുന്നു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. പിന്നെ 2 കഷ്ണം പട്ടയും 4 ഗ്രാമ്പും ചേർക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നു. നല്ല ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കിട്ടിയാൽ മതി. അതിനായിട്ട് നമ്മൾ തലങ്ങും വിലങ്ങും വഴറ്റിക്കൊണ്ടിരിക്കണം. വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഒരു 1 ടേബിൾ സ്പൂൺ മതി. അത് ചേർത്ത് ഒന്നുകൂടെ സോട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് വലിയ പൊടികളൊന്നും ആവശ്യമില്ല. വി ജസ്റ്റ് നീഡ് കാശ്മീരി ചില്ലി പൗഡർ, നല്ല ചിക്കൻ മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത്രയും മാത്രമേ നമ്മൾ പൊടികൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതും ചേർത്ത് ഒരു 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ലഗോൺ ചിക്കൻ പീസസ് നമ്മൾ അതിലേക്ക് ഇടുന്നു. ചിക്കൻ പീസസ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ മസാലയിൽ ചിക്കൻ പീസ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം, ചൂടുവെള്ളം ഒഴിച്ച് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? കുക്കർ അടച്ച് വെച്ച് ഒരു വിസിലെടുക്കണം. ഒരൊറ്റ വിസിൽ മതി കേട്ടോ. അങ്ങനെ ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ കറി ഇങ്ങനെ റെഡ് കളറിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വെട്ടി തിളച്ചിരിക്കുന്നുണ്ടാവും. ജസ്റ്റ് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ചിക്കനൊക്കെ വെന്തോ ഉപ്പൊക്കെ റെഡിയാണോ എന്ന് നോക്കിയതിന് ശേഷം കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒരു ഭംഗിക്ക് തൂവിയതിന് ശേഷം നമുക്ക് നമ്മുടെ നാടൻ സ്പൈസി കോഴിക്കോടൻ ലഗോൺ ചിക്കൻ കറി സെർവ് ചെയ്യാവുന്നതാണ്. സോ നല്ല കിടിലൻ ഡിഷാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബൈ.